നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പ് ആരംഭിച്ചു. ഐറിഷ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിനായുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ഇന്ന് രാത്രി 10 മണിവരെ പോളിംഗ് സ്റ്റേഷനുകൾ തുറന്നിരിക്കും. കലാപത്തിൽ പിടിയിലായത് 31 പേർ. ഡബ്ലിൻ സിറ്റി വെസ്റ്റിൽ നടന്ന കലാപത്തിൽ പിടിയിലായത് 31 പേർ. 2 ദിവസമായി നടന്നുവന്ന പ്രതിഷേധം കഴിഞ്ഞ രാത്രിയിൽ അനിഷ്ട സംഭവങ്ങളില്ലാതെ പിരിഞ്ഞു. വോട്ടെണ്ണൽ നാളെ. ഐറിഷ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ രാവിലെ 9 മണിക്ക് ആരംഭിക്കും. വൈകുന്നേരത്തോടെ തന്നെ വിജയിയെ അറിയാനാവും. പ്രസിഡന്റിന്റെ ഓഫീസ് നടത്തിപ്പിന്റെ ചിലവ് കൂടും. അയർലൻഡ് പ്രസിഡന്റിന്റെ ഓഫീസ് നടത്തിപ്പിനുള്ള ചിലവ് വർദ്ധിക്കും. അടുത്ത വർഷം മുതൽ ചിലവ് 6,74,000 യൂറോ മുതൽ 6.2 മില്യൺ യൂറോ വരെ ഉയരുമെന്നാണ് വിലയിരുത്തൽ. കൌണ്ടി അർമാഗിൽ കാറിൽ നിന്നും പൈപ്പ് ബോംബ് പിടിച്ചെടുത്തു. ലുർഗനിലായിരുന്നു സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വിമുഖത പ്രകടിപ്പിച്ച അയർലൻഡിലെ സിംഗിൾ സെക്സ് സ്കൂളിലെ പെൺകുട്ടികൾ. ഐവിഷന്റെ സർവേയിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പുനരുപയോഗിക്കുന്ന തുണി ഡയപ്പറുകൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ഐറിഷ് ക്ലോത്ത് നാപ്പി ഇനീഷ്യേറ്റീവ് തുണി ഡയപ്പറുകളുടെ സ്റ്റാർട്ടർ കിറ്റ് വിതരണം ചെയ്യും. ഓഫാലിയിലുള്ള ഫാർമസിയിൽ വ്യാജ തോക്കുകാട്ടി കൊള്ളയടിച്ച യുവാവ് പിടിയിൽ. അനധികൃത നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ കർശന നിലപാടുമായി ജസ്റ്റിസ് വകുപ്പ്. ഇതുവരെ വന്നത് 3370 പേരെ നാടുകടത്താനുള്ള ഉത്തരവ്. റഷ്യൻ പണം ഉപയോഗിച്ച് യുക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ യൂണിയൻ പദ്ധതിയെ പിന്തുണയ്ക്കുമെന്ന് അയർലൻഡ്. പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാനൊരുങ്ങി താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ. കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാനാണ് താലിബാന്റെ നീക്കം. കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ അവസാനിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശ ഉൽപ്പന്നങ്ങൾക്കെതിരായ തീരുവകളെ വിമർശിക്കുന്ന പരസ്യമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ജൂനിയർ ഹോക്കി ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. രാജ്യതലസ്ഥാനത്ത് ഒക്ടോബർ മാസാവസാനത്തോടെ കൃത്രിമ മഴ പെയ്യിക്കാനിരിക്കെ വായുഗുണ നിലവാരം വീണ്ടും മോശം അവസ്ഥയിൽ. വെള്ളിയാഴ്ച ഡൽഹിയിലെ വായുഗുണ നിലവാര സൂചിക അഥവാ AQI 293 ആണ്. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ഇരുചക്രവാഹനത്തിൽ ബസ്സിടിച്ചുണ്ടായ അപകടത്തിൽ ബസ് കത്തി 20 പേർ മരിച്ചു. രക്ഷപ്പെട്ടവരിൽ പലരും ഗുരുതരമായ പൊള്ളലേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒപ്പിട്ട കരാറിലുള്ള വ്യവസ്ഥകൾ എന്താണെന്ന് പരിശോധിച്ച ശേഷം അഭിപ്രായം പറയാമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. നടൻ മോഹൻലാലിനെതിരായ ആനക്കൊമ്പുകളുടെ കേസിൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഹൈക്കോടതി റദ്ദാക്കി. അത് നിയമപരമായി സാധുതയുള്ളതല്ലെന്നും കോടതി. കോഹ്ലി ഡക്കായതിന് പിന്നാലെ സൈബർ ആക്രമണം. കോഹ്ലി തുടർച്ചയായ 2ാം തവണയും ഡക്കായി പുറത്തായതിന് പിന്നാലെ താരത്തിന്റെ ജീവിത പങ്കാളി അനുഷ്ക ശർമ്മയ്ക്കെതിരെ സൈബർ ആക്രമണം. വിരാട് കോഹ്ലിയുടെ പരാജയത്തിന് പിന്നിലെ കാരണം അനുഷ്ക ശർമ്മയാണെന്ന മട്ടിലാണ് സൈബർ പ്രചാരണം. സംസ്ഥാനത്ത് ശക്തമായ മഴ. സംസ്ഥാനത്ത് തുലാവർഷം കലിതുള്ളുന്നു. അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരും. അയർലൻഡിൽ തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥ. അയർലൻഡിൽ തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്ന് മെറ്റ് അയറാൻ. ചില സ്ഥലങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.